ഇന്ന് നമുക്കൊരു കഥ പറഞ്ഞാലോ? ഓലച്ചൂട്ട് എന്നൊരു കഥയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ചുക്കിച്ചുളിഞ്ഞ കൈകൾ ബെഡിൽ കുത്തി അയാൾ എഴുന്നേറ്റു. അന്നും കിടക്കയിൽ നനവ് കണ്ടപ്പോ അയാളുടെ കണ്ണൊന്നും നനഞ്ഞു. ആത്മനിന്ദയോടെ നെഞ്ചൊന്ന് തടവി അയാൾ ഭാര്യയെ നോക്കി. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോവാ. നാളിതുവരെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇനി ഈ വയസ്സുകാലത്ത് അച്ഛൻ അവർക്കൊരു ബാധ്യതയാണെന്ന് തോന്നാനും പാടില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തേക്കാം. നീ എതിരൊന്നും പറയരുത്. അപ്പൂപ്പൻ എന്താ അമ്മൂമ്മയുടെ ഫോട്ടോ നോക്കി പിച്ചും പേയും പറയുന്നത്? കൊച്ചുമകൾ അടുത്തു വന്നു അപ്പൂപ്പൻ്റെ അടിയിൽ നിന്നു. അയാൾ അവളെ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മോൾ അച്ഛനെ അമ്മേനെ ഒന്ന് വിളിച്ചിട്ട് വാ. ശരി അപ്പൂപ്പ. മകനെയും മരുമകളെയും അടുത്തിരുത്തി അയാൾ വിഷയം അവതരിപ്പിച്ചു. അമ്മയും മകളൊന്ന് ഞെട്ടി. അച്ഛ, ഈ അപ്പൂപ്പൻ എന്തൊക്കെയാ പറയണേ? ഈ വൃദ്ധസദനം എന്ന് വെച്ചാ എന്താണ് അപ്പൂപ്പൻ വിചാരിച്ചേക്കണേ? അവിടെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല എൻ്റെ കുട്ടിയെ. നമ്മുടെ ഭാർഗവനെ നാരായണനൊക്കെ മക്കൾ അവിടെ തന്നെയല്ലേ കൊണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് അവിടെ പരമസുഖാന്നാ പറയണേ. അപ്പോഴും മകൻ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മരുമകൾ അടുത്ത് വന്നിരുന്നു. അച്ഛൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ എന്താ അവിടെ ഉണ്ടായേ? ഒന്നും ഉണ്ടായിട്ടല്ല എൻ്റെ കുട്ടിയെ. ഇടയായി കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരണില്ല. വേണ്ടാത്ത ഓരോരോ ചിന്തകളാ. ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ വല്ലാത്തൊരു പേടി പോലെ. മാത്രമല്ല 4-5 ദിവസമായിട്ട് അറിയാതെ കിടക്കയിൽ മൂത്രം പോകാനും തുടങ്ങിയിരിക്കണം. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാ അതാ ഞാൻ പറഞ്ഞത്. അയാൾ മകനെ ഒന്ന് നോക്കി. എല്ലാം കേട്ടുകൊണ്ടിരുന്ന മകൻ സാവധാനം എഴുന്നേറ്റു. അപ്പോ അച്ഛൻ പോകാൻ തന്നെ തീരുമാനിച്ചു. അതേടാ, അതാ നല്ലത്. എത്രയും നേരത്തെ ആയാ എൻ്റെ കുട്ടികൾക്ക് അത്രയും ബുദ്ധിമുട്ട് ഒഴിവാക്കാലോ. അയാൾ എന്തൊക്കെയോ തീരുമാനിച്ചർപ്പിച്ചിരുന്നു. അപ്പൊ അമ്മോ അപ്പൂപ്പിന്റെ കിടക്കയും മരുന്നും കുഴമ്പും രാമായണവും ഒക്കെ ഇങ്ങനെ എടുത്തു. അവർ പകപ്പോടെ അയാളെ നോക്കി നിന്നപ്പോ അയാൾ തന്നെ എഴുന്നേറ്റ് പോയി അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് സ്വന്തം ബെഡ്റൂമിൽ കൊണ്ടുവച്ചു. എന്തിനാ ഇപ്പൊ അവിടെ കൊണ്ടുവച്ചേക്കണേ? ഇനി മുതൽ അച്ഛൻ അവിടെ എൻ്റെ അടുത്താ കിടക്കണത്. മോനെ മിണ്ടിപ്പോകരുത്. സൗമ്യനായ മകന്റെ കണ്ണുകളിൽ അതുവരെ കാണാതിരുന്ന രോഷം കണ്ടപ്പോ അച്ഛനൊന്നും ഭയന്നു. 4 ദിവസം ബെഡിൽ മൂത്രം ഒഴിച്ചെന്ന് പറഞ്ഞ് വൃദ്ധസദനം തേടി നടക്കണം. 4 വയസ്സ് വരെ ഞാനും ബെഡിൽ മൂത്രം ഒഴിച്ചിരുന്നില്ലേ അച്ഛാ? അന്ന് എന്തേ ഈ സദന മന്ത്രം ഒന്നും ഉണ്ടായിരുന്നില്ലേ? അയാൾക്ക് സങ്കടം അടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭാർഗവനും നാരായണനൊക്കെ അവിടെ ആണത്രേ. സ്വർഗല്ലേ അവിടെ, സ്വർഗം. എനിക്കൊരു തെറ്റ് പറ്റി. എൻ്റെ അച്ഛന് പ്രായമായത് ഞാൻ കണ്ടില്ല, കാണാൻ ശ്രമിച്ചില്ല. അതെൻ്റെ അച്ഛന് പ്രായമാവത് കാണാൻ എനിക്ക് പറ്റാത്തോണ്ട. മോനെ, അച്ഛൻ പറയുന്നത് കേൾക്കണ്ട എനിക്ക്. ഇനിയും അവിടെ നിന്നാൽ തൻ്റെ നെഞ്ച് പൂട്ടിപ്പോകുമെന്ന് തോന്നി മകൻ മെല്ലെ ഇറങ്ങി നടന്നു. ആ പോക്ക് നോക്കി നിന്നപ്പോൾ അച്ഛന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ എൻ്റെ കുട്ടിക്ക് വിഷമമായാണാവോ? മരുമകൾ അടുത്ത് വന്നിരുന്നു. ചുളിവ് വീണ കൈകളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, നന്ദേട്ടനും ഇവളും ഞാനും തരുന്ന സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് തോന്നണുണ്ടോ അച്ഛന്? ഇല്ല കുട്ടിയെ, നിങ്ങളൊക്കെ തരുന്ന സ്നേഹം അത് കാണുമ്പോൾ കൂടുതലാണെന്നേ തോന്നിയിട്ടുള്ളൂ അച്ഛന്. പക്ഷേ ഈയിടെയായിട്ട് മനസ്സൊക്കെ അങ്ങോട്ട് കൈ വിട്ടു പോണ പോലെ തോന്നണം. ആരാന്നോ എന്താന്നോ ഒന്നും അറിയില്ല. ഓർമ്മയൊക്കെ മങ്ങിപ്പോണ പോലെ. കൊച്ചുമകൾ ഓടി വന്നു അപ്പൂപ്പിന്റെ താടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, അപ്പൂപ്പിന്റെ ഓർമ്മയ്ക്കല്ലേ മംഗലേറ്റിട്ടുള്ളൂ? ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞങ്ങൾക്കറിയാലോ ഇത് ഞങ്ങളുടെ അപ്പൂപ്പനാണെന്ന്. പിന്നെന്താ പ്രശ്നം? നീ എൻ്റെ നന്ദൻ്റെ മോനല്ലേ? ഇത് കേട്ടുകൊണ്ട് കയ്യിൽ വന്ന നന്ദൻ പറഞ്ഞു, എന്നെ ഒരു കരക്കെടുപ്പിക്കാൻ ഇരുട്ടത്ത് വെളിച്ചം കാണിച്ച് കൂടെ വന്നിട്ട് ഉടുക്കം മെത്തേൻ്റെ അടുത്തെത്തിയപ്പോൾ കുത്തിക്കെടുത്തി വലിച്ചെറിയാൻ എൻ്റെ അച്ഛൻ ഓലച്ചൂട്ടൊന്നുമല്ല, എൻ്റെ ജീവന്റെ ജീവനാ. എല്ലാം മറന്ന് അയാൾ അച്ഛനെ കെട്ടി അച്ഛൻ്റെ മാറിൽ സ്വസ്ഥമായി മയങ്ങി.
അപ്പോൾ ഉമ്മച്ചിലേക്ക് നോക്കിക്കിടന്ന നിറം മങ്ങിയ കണ്ണുകളിൽ രണ്ട് നീർമുത്തുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പളിങ്ങു മുത്തുകൾ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു.